ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം താലൂക്കിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി ചേരുന്നു. ആഷിഖയും, എന്താണ് ഈ ദേശീയപാത നിർമ്മാണത്തിലുണ്ടായ പ്രതിസന്ധി? എന്താണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം? അജിസ്, ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ദേശീയപാത 85 നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഹൈറേഞ്ചിലേക്കുള്ള പ്രധാന പാത എന്ന നിലയിൽ ഈ പാതയുടെ നിർമ്മാണ നിയന്ത്രണം വലിയ ജനകീയ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. വിവിധ സമരപരിപാടികളുമായി ദേശീയപാത സംരക്ഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹർത്താലും ലോങ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF ആണ് ദേവികുളം താലൂക്കിലെ 12 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ള. ഹർത്താൽ സജീവമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞെടുക്കുന്നു. ഓട്ടോ ടാക്സി അടക്കമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന അതേസമയം KSRTC സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവിൽ ഹർത്താൽ പൂർണ്ണമാണ് ദേവികുളം താലൂക്കിൽ എന്നുള്ളതാണ്. അല്പസമയത്തിനകം ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലോങ് മാർച്ച് ആരംഭിക്കും. അടിമാലി 10-ാം മൈൽ 6-ാം മൈൽ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിന്ന് നേര്യമംഗലം റേഞ്ച് ഓഫീസിലേക്കാണ് ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. സർവകക്ഷി സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് ഈ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ ഉയരുന്നത്. വനം വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ പുനഃപരിശോധന ഹർജിക്ക് പോകണമെന്ന ആവശ്യമാണ് പൊതുവിൽ ഹൈറേഞ്ചിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അജിത്.